സുപ്രീം കോടതിയിലേക്കാണ് ആദ്യം പോകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് മമതാ ബാനർജി സ്വയം വാദിക്കാനായി എത്തിയിരുന്നു. ബംഗാൾ അവിടെ SIR നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ SIR നടപടിക്രമങ്ങളിൽ കടുത്ത അതിർത്തി പല തവണയായിട്ട് മമതാ ബാനർജി അറിയിച്ചിരുന്നു. ഒരു 6ഓളം തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയച്ചിരുന്നു. അവർ ഇതുവരെ അതിൽ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്നതടക്കം മമതാ ബാനർജി ഇന്ന് കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് SIR നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി നൽകിയിരുന്നു. അതുകൂടാതെ മമതയും ഇപ്പോൾ മറ്റൊരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലാണ് ഇന്ന് മമത വാദിച്ചത്. ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ആദ്യം ഒരു 5 മിനിറ്റാണ് ചോദിച്ചത്. പിന്നീട് 15 മിനിറ്റോളം മമത സംസാരിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള ജനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഈ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം വെട്ടിമാറ്റുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ ഇന്ന് മമത ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വാദം വീണ്ടും തുടരുമെന്നാണ് അറിയുന്നത്. നമ്മളിതിലേക്കാണ് ആദ്യം. അജിംസ്, ഇന്ന് മമത കോടതിയിൽ ഹാജരായിട്ട് ഈ വാദം നടത്തിയതോടെ അത് എല്ലാ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ബംഗാളിൽ SIR നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതായിരുന്നു. മമതയുടെ ഈ ഒരു നീക്കം അതിനൊരു കൂടുതൽ വാർത്താ പ്രാധാന്യവും സജീവ ചർച്ചയുമാക്കി മാറ്റിയില്ലേ ഇപ്പോഴത്തെ? അതൊരു ടോക്കണിസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബംഗാളിൽ മാത്രമല്ല SIR നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലും പരാതികളൊന്നുമില്ലേ? അപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി തുടക്കം മുതൽ തന്നെ SIRനെതിരെ രംഗത്തുണ്ട്. ഇവിടെയും രാഷ്ട്രീയ പാർട്ടി രംഗത്തുണ്ട്. പക്ഷേ SIR പ്രോസസ്സ് ഇപ്പോൾ നടക്കുമ്പോൾ ഉയർന്നു വന്ന പരാതികൾ എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാരൊക്കെ എത്രമാത്രം അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം അത് അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എല്ലാം അതിൻ്റെ പുറകെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയത്ത്. അതിനുശേഷം ഇപ്പോൾ അന്തിമ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങി. അതിനുശേഷം ഇനി സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനി പേര് ചേർക്കപ്പെടുന്നത് സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിലാണ്. അപ്പോൾ കേരളത്തിൽ പേര് ഏറ്റവും കൂടുതൽ പേര് വെട്ടിമാറ്റുകയാണോ കൂട്ടിച്ചേർക്കുകയാണോ ചെയ്യുക എന്നുള്ള ഒരു 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 ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പേര് വെട്ടിമാറ്റുന്നവരുണ്ട്, വോട്ടില്ലാത്ത ആളുകൾ ധാരാളം പേരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും പേർക്ക് വോട്ടില്ല എന്നുള്ളവരെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് വോട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ അവസാന നിമിഷവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും അത് വരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അത് ഞാൻ എത്ര പറഞ്ഞിരുന്നു. അപ്പോൾ വോട്ടില്ലാത്തതിന് ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഞാൻ തന്നെ എൻ്റെ സ്വന്തം യൂണിറ്റ് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഞങ്ങളുടെ BLOയ്ക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതെനിക്ക് അറിയില്ല, നിങ്ങളൊന്ന് പോയി കളക്ടറേറ്റിൽ പോയി ചോദിക്കൂ. നമ്മളിട്ട് കളക്ടറേറ്റ് ബന്ധപ്പെടുന്നു. അപ്പോൾ ഈ അവസാന നിമിഷം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ്. അത് ലക്കാണ്. കിട്ടി. കാരണം നമുക്ക് ചോദിക്കാൻ ആരുമില്ല, എന്തുകൊണ്ട് തന്നില്ല എന്ന് പറയാൻ ചോദിക്കാൻ ആരുമില്ല. കാരണം BLOയ്ക്ക് അറിയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ ബംഗാളിൽ അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. ബംഗാളിൽ വ്യാപ്തി കൂടുതലാണെന്ന് പറയാൻ കാരണം ഓൺ ഗ്രൗണ്ടിൽ നിന്ന് ധാരാളം പരാതികൾ വരുന്നുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ വാദിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പേര് മാറും. ചിലപ്പോൾ അച്ഛൻ്റെ പേര് മാറ്റി അവർ ഭർത്താവിൻ്റെ പേരാക്കും. അപ്പോൾ മിസ്മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് SSLC ബുക്കിൽ അച്ഛൻ്റെ പേരായിരിക്കും ഉണ്ടാവുക, ആധാർ കാർഡ് ചിലപ്പോൾ ഭർത്താവിൻ്റെ പേരായിരിക്കും. അപ്പോൾ പേര് മിസ്മാച്ച് എന്ന് പറഞ്ഞ് ധാരാളം ആളുകളെ വെട്ടിമാറ്റുന്നു എന്നാണ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതുപോലത്തെ ഒരുപാട് പരാതികൾ, പ്രത്യേകിച്ചും വെസ്റ്റ് ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനത്ത് രേഖകളുടെ കൃത്യത, ആളുകളുടെ കയ്യിലുള്ള രേഖകളുടെ കൃത്യത, അതിലെ പേരുകൾ, ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. ബീഹാറിൽ ഇതുപോലെ തന്നെ ബംഗാളിലും സമാനമാണ്. അപ്പോൾ വെട്ടിമാറ്റണം എന്നാണ് ഇൻറ്റൻഷനെങ്കിൽ വെട്ടിമാറ്റാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് ബീഹാറിലും ബംഗാളിലുമൊക്കെ, കേരളത്തെക്കാൾ കൂടുതൽ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വോട്ടിലുണ്ടാക്കുകയാണ് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. മമതാ ബാനർജിയുടെ മറ്റൊരു ആരോപണം, ഇത് കേവലമായൊരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ടല്ല വെട്ടിമാറ്റുന്നത്, പക്ഷപാതപരമായാണ് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വാട്സാപ്പ് കമ്മീഷനായി മാറിയിരിക്കുന്നു എന്ന് മമതാ ബാനർജി കോടതിയിൽ വാദിക്കുകയാണ്. കാരണം വാട്സാപ്പ് വഴിയൊക്കെയാണ് കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം കാഷ്വലായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ SIRന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നൊരു പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും എന്ന് അവർക്കറിയാം. കാരണം BJPയുടെ നമ്പർ 1 ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുമുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 മുതൽ തന്നെ BJP കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അധികാരത്തിൽ വരണമെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് ഈ കുറി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഭയക്കുന്നുമുണ്ട്. ഞാൻ പറയുന്നത്, ഈ ബംഗാളിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി മമതാ ബാനർജി വാദിക്കുന്നത് വെച്ചാൽ, മമതാ ബാനർജി ഒരു മികച്ച അഭിഭാഷകയായതുകൊണ്ടല്ല, ഞാൻ അതിൻ്റെ മുൻപന്തിയിലുണ്ട്, ഞാൻ ജനങ്ങളോടൊപ്പമുണ്ട്, വോട്ട് വെട്ടിമാറ്റപ്പെട്ടവരോടൊപ്പമുണ്ടെന്ന് ജനങ്ങളെ കാണിക്കാനും ഈ വിഷയം എത്രമാത്രം ദേശീയ പ്രാധാന്യമുള്ളതാണെന്ന് ഇന്ത്യ മൊത്തം അറിയിക്കാനും കൂടിയാണ് അവർ അതിനുവേണ്ടി ഹാജരാകുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് വരും,
കേരളത്തിൽ അത്രമാത്രം ആശങ്കാകുലരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ? അല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ അതിൻ്റെ തിരക്കിലായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ഇപ്പോഴും അത് കീഴേ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവട്ടെ CPM-ൻ്റെ ആവട്ടെ പാർട്ടി പ്രവർത്തകരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ്. ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ BLOമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട BLOമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്കണവാടി ടീച്ചർമാർ ഉൾപ്പെടെ ഈ BLOമാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അങ്കണവാടി ടീച്ചർക്ക് എത്രമാത്രം സാങ്കേതിക പരിജ്ഞാനമുണ്ട്, ഈ പരിശീലനം നൽകിയാൽ പോലും എത്രമാത്രം സാങ്കേതിക പരിജ്ഞാനമുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. ഞാനത് വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ ഫോം ഫില്ല് ചെയ്യാൻ നമ്മളോട് തന്നെ അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ്. ഒന്ന്, വ്യക്തിപരമായിട്ട് ഇത്രയും വലിയ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. മറ്റൊന്ന്, അതിനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ല. മറ്റാരെങ്കിലും കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഈ BLOമാരെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടത്ര സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ആരോട് അവർ ചോദിക്കുക? ഇപ്പോൾ ജില്ലാ കളക്ടറാണ് ഭരണാധികാരി. ജില്ലാ കളക്ടറോട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടികൾ തൃശ്ശൂരിൻ്റെ അനുഭവത്തിൽ നിന്ന് VS സുനിൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള മറുപടികളാണ് അവർക്ക് കിട്ടുക. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നിസ്സഹായരായി നോക്കുകയാണ്. എന്തൊക്കെയോ നടക്കുകയാണ്. ഇനി ഫൈനൽ ലിസ്റ്റ്, അന്തിമ പട്ടിക വരും, സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്ന് അന്തിമ പട്ടിക വന്നു കഴിയുമ്പോൾ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും. പക്ഷേ അതൊരു പ്രധാന കൺസേണായി രാഷ്ട്രീയ പാർട്ടികൾക്കും ഈവൻ വോട്ടർമാർക്ക് പോലും ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനൊരു കൺസേൺ ഇല്ല, തനിക്ക് വോട്ടില്ലാണ്ടായ എന്താ കുഴപ്പമെന്നുള്ളതാണ്. പക്ഷേ വോട്ടില്ലാതാക്കുക എന്നുള്ളത് പുതിയ കാലത്തെ പൗരത്വത്തിൻ്റെ ഒരു ഡെഫിനിഷനായി മാറുകയാണെന്നുള്ളത് ആളുകൾ ഓർക്കാതെ പോകുന്നു. കാരണം നിങ്ങളുടെ പൗരത്വം എന്താണ് പൗരത്വത്തിൻ്റെ തെളിവ്? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പുതിയ പൗരത്വ നിയമം അനുസരിച്ച് എന്താ പൗരത്വത്തിൻ്റെ തെളിവ്? അത് പാസ്പോർട്ടാണോ? അല്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ഇന്ത്യൻ പൗരനാവുന്നില്ല. നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ പൗരത്വ തെളിവല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള യൂണിവേഴ്സിറ്റി രേഖകളോ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ നിങ്ങളുടെ പൗരത്വത്തിൻ്റെ രേഖയല്ല. നിങ്ങൾ അരനൂറ്റാണ്ടായി ഇന്ത്യയിൽ താമസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പൗരത്വത്തിൻ്റെ രേഖയല്ല. നിങ്ങളുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ വോട്ടായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വോട്ടുണ്ടോ, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരിവിടെ ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? വോട്ടില്ലാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെന്നാണല്ലോ ഭരിക്കുന്ന BJP സർക്കാർ പറയുന്നത്. അവർ ഗൂസ്പേട്ടിയാന്ന് വിളിക്കുകയാണല്ലോ, അവരെ പുറത്താക്കാൻ നടക്കുകയാണല്ലോ. ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ വലിയ തോതിലുള്ള ഡെമോളിഷൻ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ആധുനിക ഇന്ത്യയിൽ, ഈ സമകാലീന ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന് തെളിയിക്കുന്ന ഒറ്റ കാര്യം നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്നുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നിയമപരമാണോ, അതിൻ്റെ വ്യാഖ്യാനമാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ SIR പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് പൗരത്വം പരിശോധനയായി മാറുന്നു എന്ന ആക്ഷേപം എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരായ എന്ത് വേണം? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. അല്ലാതെ നിങ്ങളിൽ പാസ്പോർട്ട് ഉണ്ടെന്ന് കരുതിയോ അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അരനൂറ്റാണ്ടായിട്ടോ ഒരു നൂറ്റാണ്ടായിട്ടോ ഇവിടെ താമസിക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വോട്ടർ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ പൗരന്മാരോ. അതാണ് ഇപ്പോഴത്തെ സമകാലീന ഇന്ത്യയിലെ യാഥാർത്ഥ്യം. അപ്പോൾ അതെത്രമാത്രം വോട്ടർമാരായ മനുഷ്യർ അവരെത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം രാഷ്ട്രീയ പാർട്ടികൾ എത്ര ഉൾക്കൊള്ളുന്നെന്ന് ചോദിച്ചാൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ വന്നവരുടെ ഉണ്ടായിട്ടുണ്ടാവുക. അതെ നിഷാദ്, ഈ മമതയുടെ ഒരു പോരാട്ടം കാണുമ്പോൾ കേരളത്തിൽ അത്ര സജീവമായ ഒരു നീക്കം SIRനെതിരെ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മമത ഇതിനെ എപ്പോഴും ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്ല, രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, മമതാ ബാനർജി അത് ചെയ്യുന്നത് ഇപ്പോൾ അവരൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഈ SIR അതിൻ്റെ പണി BJP ആഗ്രഹിക്കുന്ന പോലെ പൂർത്തിയാക്കിയാൽ മമതയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ നടത്തുന്ന രാഷ്ട്രീയ വ്യായാമത്തിൻ്റെ ഒക്കെ ഗുണം കിട്ടണമെങ്കിൽ ഒരു ഫെയർ പ്രോസസ്സ് നടക്കണം. എന്താ ഇലക്ഷൻ എന്ന് പറയുന്നത്? അത് നടക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ഈ പണി മുതൽ എടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ അവർ ശ്രമിക്കണം, ഒന്നാമത്തെ കാര്യം. കാരണം എനിക്ക് തോന്നുന്നില്ല, കീ ഫാക്ടർ എനിക്ക് തോന്നുന്ന ഒരു സംഗതി, സുപ്രീം കോടതിയിൽ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിനെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന SIR പ്രോജക്റ്റ് പരിപാടി മൊത്തം തട്ടിപ്പാണെന്ന് പറയുകയാണ്. അത് സുപ്രീം കോടതിക്കുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തീരുമാനിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ പൗരത്വം തീരുമാനിക്കുന്ന പരിപാടി എന്ന നിലയ്ക്കുള്ള നിർണായകമായ പ്രാധാന്യം ഉണ്ടായിട്ട് കൂടി ഇതിനകത്ത് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു, സ്വജനപക്ഷപാതം നടക്കുന്നു, വലിയ തോതിലുള്ള വംശീയത പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ താല്പര്യം പ്രവർത്തിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ ചെന്നിട്ടുള്ള പ്രയറുകൾ. അതിനെ സുപ്രീം കോടതി അതിഗൗരവത്തിൽ പരിഗണിക്കുന്നത് നമ്മൾ കണ്ടോ? ഇല്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനകത്ത് 50 ലക്ഷത്തിലധികം ആൾക്കാരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി ഇലക്ഷൻ നടക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ഹർജി എന്തായത്? അങ്ങോട്ട് മാറ്റി വെച്ചു, നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അതിൻ്റെ കൂടെ SIR പരിപാടിയും എല്ലാം കൂടെ നടന്നാൽ ആകെ കൂടി കുഴമറിയും.
അതുകൊണ്ട് നീട്ടിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. തമിഴ്നാടിൻ്റെ ആവശ്യം എന്താണ്? ഈ അസംബ്ലി ഇലക്ഷൻ കഴിയട്ടെ. ഇതിനോടൊക്കെ എങ്ങനെയാണ് ഈ കോടതി പ്രതികരിച്ചിട്ടുള്ളത്? ഈ നടക്കുന്ന ഡേറ്റ സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റയും അതേപോലെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ ECIക്ക് പറ്റിയിട്ടില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷന് പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ കടന്ന് അങ്ങോട്ട് അന്വേഷിക്കാനോ ചോദിക്കാനോ സുപ്രീം കോടതി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഈ മരിച്ചുപോയ ആൾക്കാർ സുപ്രീം കോടതി പോയിട്ട് ഞങ്ങളുടെയൊക്കെ പേര് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്, മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി നിന്നു. സുപ്രീം കോടതി അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയോ? എന്നിട്ട് കംപ്ലീറ്റ് അവിടെ നിൽക്കട്ടെ, ശരിയാമെന്നുള്ള പരിശോധന നടക്കട്ടെ എന്ന് പറഞ്ഞോ? ഈ രാജ്യത്തിൻ്റെ തുടർഭാഗതയെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു എക്സസൈസ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ അതിനോട് ഗൗരവതരമായിട്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം അവിടെ ഉണ്ട്. ആ വിമർശനം അവിടെ നിൽക്കുകയാണ് ഇന്നിപ്പം മമതാ ബാനർജി അവരുടെ കാര്യം പറയുന്നത്. സുപ്രീം കോടതി ഗൗരവത്തിലെടുത്തല്ലോ. നിങ്ങൾ വളരെ സെൻസിബിളായിട്ട് ഇതിനകത്ത് ഇടപെടണം എന്ന് കമ്മീഷനോട് പറഞ്ഞല്ലോ. കമ്മീഷൻ ആവശ്യപ്പെട്ട മുഴുവൻ സാവകാശം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലാവും. കാരണം എന്താണ്? എന്തെങ്കിലും ഒരു അഴകുഴമ്പൻ നിലപാട് ഈ SIRൻ്റെ കാര്യത്തിൽ എടുത്താൽ അത് ഈ രാജ്യത്തിൻ്റെ ഏകത എന്ന സംഗതിയെ ബാധിക്കാൻ പോകുന്നതാണ്. രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ ഈ നടത്തിക്കൊടുക്കുന്ന പരിപാടി ശരിയായതല്ല, രാജ്യത്തിൻ്റെ ഐക്യം തകർക്കുന്ന പരിപാടിയാണ്, BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിലൊരു മുഖ്യമന്ത്രി സുപ്രീം കോടതിയിലെ പടി കയറി വന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ നിന്ന് പറയാണ് ഈ പരിപാടി നിർത്തണം, ഇത് കുഴപ്പമുള്ളതാണെന്ന്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ആരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നത് ഗൗരവം മനസ്സിലാക്കാൻ എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സുപ്രീം കോടതിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടാണ് എല്ലാവരും വലിയ കൊടി കെട്ടിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് അപ്പിയർ ചെയ്യുന്നത്? ആ വന്ന് നിൽക്കുന്ന ആളുടെ ഗൗരവം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ഞങ്ങൾക്ക് ഈ പ്രോസസ്സിൽ വിശ്വാസമില്ലയെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നാണല്ലോ മുഖ്യമന്ത്രി കസേര. അവർ ഈ പ്രോസസ്സിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ അപകടം ഗൗരവമുള്ള കോടതിയാണ്, കോടതിക്ക് മനസ്സിലാവും. കാരണം ഇതിനകത്ത് നമ്മളൊരു അഴകുഴമ്പൻ നിലപാടെടുത്താൽ ഇത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരിപാടിയാണെന്ന് മനസ്സിലാവും. ആ സീരിയസ്നെസ് ഇന്ന് കോടതിയിൽ ഉണ്ടാക്കാൻ പറ്റി എന്നാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ അവരിൽ വിശ്വാസമർപ്പിക്കുന്ന മനുഷ്യർക്കുള്ള സന്ദേശമാണ്. കാരണം ഇതൊരു അവസാനത്തെ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ജയിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ പോരാടിയിട്ടില്ല എങ്കിൽ ഇതെല്ലാം കൂടെ കൊലയോടെ മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പോരാടുക എന്ന് പറയുന്ന സംഗതി പ്രധാനമാണ്. സന്ദേശം അവരുടെ ഫ്രട്ടേണിറ്റിക്ക് മുഴുവൻ അവർ കൊടുക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന മൊത്തം രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യമന്ത്രിമാർക്കും കൊടുക്കുന്ന സന്ദേശമാണ്. രണ്ടാമത് അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. അതിനകത്ത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം അവരേറ്റവും താഴെത്തട്ടിലെ മനുഷ്യന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. BJPയോട് സന്ധിയില്ലാതെ പോരാടുന്ന നേതാവാണ്. അതിനേതറ്റം വരെയും പോകുന്ന നേതാവാണ് എന്ന ഫീൽ ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഗുണം ചെയ്യും. അതുകൊണ്ട് പലതരത്തിലുള്ള ഡയമെൻഷൻസ് അല്ലെങ്കിൽ വശങ്ങളുള്ള ഒരു പോരാട്ടമാണ് മമതാ ബാനർജി തുറന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ എമ്പാടുമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും സംസ്ഥാനങ്ങൾക്കും അവിടുത്തെ ഭരണകൂടങ്ങൾക്കുമെല്ലാം സന്ദേശമാവേണ്ട പരിപാടിയാണിത്. കാരണം ആത്യന്തികമായി നമ്മളെല്ലാവരും പണിയെടുക്കുന്നതും പ്രയത്നിക്കുന്നതും ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാനും ഭരണം കിട്ടാനുമാണ്. നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ്റെ വിധി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇലക്ഷൻ ഫലം രേഖപ്പെടുത്താൻ കഴിയാത്ത വിധം എല്ലാം അട്ടിമറിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് എന്താ ഗുണം? നിങ്ങൾ ഈ ടാഗ് ലൈനുകളിലൂടെ വികസനാവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്താണ് ഗുണം? അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഡിവൈഡ് ചെയ്യിപ്പിക്കുകയോ ഒരുമിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് എന്താണ് ഗുണം? കാരണം ഓൾറെഡി ഈ സംഗതി തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ. അതുകൊണ്ട് ആത്യന്തികമായി നിങ്ങളുടെ ഏത് പരിപാടിയും പ്രവർത്തിക്കണമെങ്കിൽ, ഏത് മുദ്രാവാക്യവും വർക്ക് ചെയ്യണമെങ്കിൽ, ഏത് ഇലക്ഷൻ സ്ട്രാറ്റജിയും വർക്കാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇലക്ഷൻ ഫെയർ ആയിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാതെ വരും. അപ്പോൾ അത് ചെയ്യാൻ ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ കാഴ്ചകളൊന്നാണ്. ചില ആളുകൾ എന്താണ് ഇറങ്ങാത്തതെന്ന് നമുക്ക് അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കാം. അത് മടിയുണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. കുറച്ചൊക്കെ ചില തിരിമറികൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അല്ലേ പിന്നെ എന്താണ്? ഇത് അവസാനത്തെ ഇറക്കം ഇറങ്ങേണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇറങ്ങി കിടന്ന് പല കാര്യത്തിലും ബഹളം വയ്ക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർ അതിനെ പരിഹസിക്കുന്നവരെയും കാണാം. പക്ഷേ അയാൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീഡ് എന്താണോ അതിൻ്റെ കൂടെയാണ്. സോ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് മമതാ ബാനർജിയുടെ ആ നീക്കം. അവർക്ക് അവരുടെ പ്രാദേശികമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളപ്പോൾ തന്നെ ഇന്ത്യയിലെ കോടതികൾക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ശക്തമായ സന്ദേശമാണ്. അവർ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വഭാവത്തിൽ പലപ്പോഴും പ്രതികരിക്കുന്ന ആളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ സംസ്ഥാനത്തെ അവരുടെ പാർട്ടിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്ന IPAC എന്ന് പറയുന്ന ഏജൻസിയുടെ ഓഫീസിലേക്ക് കേന്ദ്ര ഏജൻസി കയറി വന്നപ്പോൾ അവർ ആദ്യം അവിടെ പോയിട്ട് ഫയൽ എടുത്തു തുടങ്ങി പോകുന്നു. എന്നിട്ട് അവിടെ കയറിയവർക്കെതിരെ കേസും എടുത്തു. എല്ലാവരും ചോദിച്ചു വിചിത്രമായ ഏർപ്പാടാണല്ലോ ഇതെന്ന്. സുപ്രീം കോടതി അതിനകത്ത് ഇടപെട്ട് അവർക്കെതിരെ വിമർശനം പറയുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയിലത്തെ കേന്ദ്ര ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് വിചിത്രമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തി നിർത്തിക്കൊണ്ടുള്ള ഫെഡറൽ മാന്യതകളെ നിലനിർത്തിക്കൊണ്ടുള്ള പെരുമാറ്റമാണ്. അല്ല,
ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ് അവർക്ക് തോന്നിയ പടിക്ക് പെരുമാറുകയാണ്, അവരവരുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്, അവർ പൈസ ഉപയോഗിക്കുകയാണ്, എല്ലാത്തിലും അട്ടിമറിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പോയാൽ കോടതി പോലും എല്ലാ കാര്യത്തിലും ശരിയാമണ്ണുള്ള തീരുമാനം എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡേർട്ടി പ്ലേ ആണ് അപ്പുറത്ത്, ഇപ്പുറത്തും ചില അസാധാരണമായ വിചിത്രമായ കളി എടുക്കേണ്ടി വരും. അതാണ് മമതാ ബാനർജി എടുക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ വിരുദ്ധ നിലപാടുകൾക്കെതിരെ അടുത്ത മാസം 29 രാജ്ഭവൻ മാർച്ച് എന്നൊന്നുമല്ല അവരുടെ ലൈൻ. ഇപ്പം നിങ്ങൾ വരികയാണോ ഞാനും ഇറങ്ങുകയാണ്, നിങ്ങളിപ്പോൾ റെഡി ചെയ്യുകയാണോ ഞാൻ അവിടെ കയറുന്ന ഫയൽ എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ നിങ്ങളുടെ ഈ നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മാസം 29 രാജ്ഭവനിലേക്ക് ഞങ്ങൾ മുന്നണി ധർണ സംഘടിപ്പിക്കും എന്ന ലൈൻ കൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? അങ്ങനെ സമരങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും ഫെഡറൽ മാന്യതയുടെ രീതി അവലംബിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ല മോദിയുടേത്. മോദി ഈസ് പ്ലേയിങ് എ ഡേർട്ടി ഗെയിം. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളികൾ കളിക്കേണ്ടി വരും. കാരണം അല്ലേ പിന്നെ സുപ്രീം കോടതി പോലുള്ള സംവിധാനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ അതിനെല്ലാം കറക്റ്റ് ചെയ്യാൻ ഇടപെടണം. എൻ്റെ സംവിധാനം നമ്മൾക്ക് നിരാശാജനകമായി പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ കളിക്കേണ്ട കളികൾ എന്താണ്? ഓരോ സമയത്തും ഓരോ പ്ലേ അല്ലേ, അതിൽ അവരെ നമ്മൾ സമ്മതിക്കണമെന്ന് ഞാൻ പറയാം. അതെ, SIRലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം വിജയിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൂടിയിട്ട് അത് കാര്യമായിട്ട് പതിയേണ്ടതുണ്ട്.